വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജേഷിന്റെ കൊലപാതകത്തിൽ സിപിഐഎമ്മിന് പങ്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യപ്രതി മണിക്കൂട്ടന് സിപിഐഎമ്മുമായി ബന്ധമില്ലെന്നും കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രാദേശിക പ്രശ്നം സംസ്ഥാന പ്രശ്നമാക്കി മാറ്റുകയായിരുന്നുവെന്നും കൊലപാതകികളെ ഇതിനകം തന്നെ പിടികൂടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ സിപിഐഎമ്മിന് പങ്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട രാജേഷും പ്രതിയായ മണിക്കൂട്ടനും തമ്മിൽ 2 കേസുകൾ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മുൻപ് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണികണ്ഠനാണെങ്കിൽ സിപിഎമ്മുമായി ബന്ധമുള്ള ഒരാളല്ല. അദ്ദേഹം നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വിവിധ കേസുകളിൽ ആ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പല കേസുകളിലും പ്രതിയാണ്. ശ്രീകാര്യത്ത് നടന്നത് സിപിഐഎം ബിജെപി സംഘർഷമല്ല. എന്നാൽ ഈ പ്രാദേശിക വിഷയം ഉയർത്തി ബിജെപി നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതമായി സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സിപിഎമ്മിൻ്റെ മേലെ കെട്ടിവെച്ച് സിപിഎം നടത്തിയൊരു കൊലപാതകമാണെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിലാകെ ഹർത്താൽ സംഘടിപ്പിക്കാൻ നാട്ടിൽ മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് RSS BJP നേതൃത്വം ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഉപവാസ സമരത്തെയും കോടിയേരി പരിഹസിച്ചു. ഇന്നൊരു ദിവസമല്ലേ, ഇന്ന് പക്ഷേ ഈ പെട്ടെന്നുള്ള ഹർത്താലായതുകൊണ്ട് പലർക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ ചെന്നുപെട്ട സ്ഥലം ഉച്ചഭക്ഷണം കിട്ടാത്തൊരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം അവരും ഒരു നിരാഹാരം നടത്തണമെന്ന് ഉദ്ദേശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി പ്രകടിപ്പിച്ചു. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. പ്രധാന പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തതായും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവർ ആരായാലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ BJP ഓഫീസ് ആക്രമണം, കോടിയേരിയുടെ വീട് ആക്രമിച്ചത് തുടങ്ങിയ സംഭവങ്ങളിലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഈ നിലപാടിലാണ് ഫോണിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംതൃപ്തി അറിയിച്ചത്. അതേസമയം ശ്രീകാര്യം കൊലപാതകത്തിൽ രാഷ്ട്രീയ സ്വഭാവമില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രദേശത്ത് തന്നെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സംഭവത്തിൽ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റൊരു നിർണായക വാർത്തയിലേക്ക്. ശ്രീകാര്യത്ത് ഉണ്ടായ കൊലപാതകം അത് വ്യക്തിപരം മാത്രമായിരുന്നു എന്ന് പ്രതികൾ മൊഴി നൽകിയിരിക്കുകയാണ്. ഇന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായക മൊഴി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തായാലും ഈ ഒരു കൊലപാതകം അത് CPM-ന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഗൂഢനീക്കങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ നിർണായകമായ മൊഴി തന്നെ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. എന്താണ് വ്യക്തമായ വിവരങ്ങൾ? അഞ്ജു, ഈ RSS പ്രവർത്തകനായ രാജേഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ CPM-ന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് CPM നേതാക്കൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അത് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നന്ദാവനം പോലീസ് ക്യാമ്പിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് 7 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഇതിൽ നിന്ന് പ്രധാന പ്രതിയായ മണിക്കുട്ടൻ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൊലപാതകത്തിന്, രാജേഷിന്റെ കൊലപാതകത്തിന് വഴിവെച്ചത് വ്യക്തി വൈരാഗ്യമാണ് എന്നതാണ് മണിക്കുട്ടന്റെ വെളിപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അതായത് ഈ രാജേഷ് അവിടുത്തെ RSS പ്രവർത്തകരാണ്. ഈ രാജേഷ് നേരത്തെ തന്നെ മണിക്കുട്ടനുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് മണിക്കുട്ടൻ്റെ ബന്ധുവിൻ്റെ വീടിന് നേരെ RSSന്റെ കല്ലേറും ആക്രമണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ രാജേഷാണ് എന്നുള്ളത് ഈ മണിക്കുട്ടന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ രാജേഷിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് മണിക്കുട്ടനും കൂട്ടാളികളും ചേർന്ന് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊരു സ്ത്രീയാണ്. ഈ സ്ത്രീയെ വിട്ടുകൊണ്ട്
ഇപ്പോൾ പോലീസിന്റെ പോലീസ് ചോദ്യം ചെയ്യുന്ന മണിക്കുട്ടനും ഒപ്പം ഉള്ള 6 പ്രതികൾക്കും അവരുടെ പേരിൽ കേസ് കൊടുക്കണമെന്നും ഈ കേസ് കൊടുക്കാൻ വേണ്ടി അവരെ വെച്ച് പരാതി തയ്യാറാക്കുകയും അതിനുവേണ്ടി അവരെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് ഈ രാജേഷ് ആണ് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ വകവരുത്താനായി തീരുമാനിച്ചത്. രാജേഷിനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത ഇല്ലായിരുന്നു, മറിച്ച് രാജേഷിനെ വളരെ മാരകമായ രീതിയിൽ പരിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ മണിക്കുട്ടൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം തന്നെ കൂടെ പിടിയിലായിട്ടുള്ള മറ്റ് 6 പേരും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവർ ഈ ഒരു വൈകുന്നേരം സമയത്ത് കടയിൽ സാധനം വാങ്ങാൻ വരുന്നത് അറിഞ്ഞ് ആ സമയത്ത് തന്നെ അക്രമവും പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് വെട്ടി പരിക്കേൽപ്പിക്കുന്നതും. പക്ഷേ വെട്ടിൻ്റെ ആഴം കൂടിയത് കൊണ്ടാണ് മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ്. കൊല്ലണമെന്ന ഉദ്ദേശം തങ്ങൾക്കില്ലായിരുന്നു എന്നും മറിച്ച് മാരകമായ രീതിയിൽ പരിക്കേൽപ്പിക്കുക, തങ്ങളുടെ ഈ ഒരു വൈരാഗ്യം മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ കേസുമായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ രാജേഷ് ഒരു സ്ത്രീയെ ഉപയോഗിച്ച് പരാതി നൽകുകയും അതിൻ്റെ പേരിൽ നിയമ നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും എന്നതിനാലാണ്, ആ കാര്യം ഉറപ്പായതുകൊണ്ടാണ് ഇത്തരത്തിൽ രാജേഷിനെ മാരകമായി പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് സമയവും അത് എങ്ങനെ ചെയ്യണം, വാഹനങ്ങളിലെത്തി തന്നെ വെട്ടി പരിക്കേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുറിവ് ആഴത്തിലായതുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഈ ഒരു മരണത്തിലേക്ക് തന്നെ വഴിവെച്ചത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് ഈ മാരകമായി പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൈപ്പത്തിയും കാലും വെട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ കൈപ്പത്തി തുന്നിച്ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് കൈപ്പത്തി അവിടെയുള്ള പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതെന്നും മണിക്കുട്ടൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പോലീസ് ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ IG-യുടെ നേതൃത്വത്തിൽ കമ്മീഷണർ, പ്രത്യേക ടീം ഉള്ള ഉദ്യോഗസ്ഥരാണ് ഈ ചോദ്യം ചെയ്യൽ പങ്കെടുക്കുന്നത്. ശ്രീകാര്യം SI-യും ഇതിനകത്ത് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന നന്ദാവനം ക്യാമ്പിനകത്തുണ്ട്. ഇനി ആകെ ഈ കേസിൽ 11 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ സമ്മതിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി 4 പേരെ കൂടെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന വിശദീകരണം. 7 പേരെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യുകയും ഇവർ ആയുധം ഇതുവരെയും നൽകിയിട്ടില്ല, ഏത് ആയുധം ഉപയോഗിച്ച് വെട്ടി, ആ ആയുധം എവിടെ ഒളിപ്പിച്ചു എന്നുള്ള സംബന്ധിച്ച് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ആയുധം കണ്ടെടുക്കേണ്ടതുണ്ട്. അതുപോലെ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തി പോലീസ് കൃത്യമായ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായും. എന്തായാലും സുനിൽ, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, പ്രത്യേകിച്ച് പ്രാദേശികമായി മാത്രം തീരേണ്ട ഒരു ചെറിയ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായ ഒരു ഹർത്താലിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് BJP തികച്ചും സംസ്ഥാനത്ത് ക്രമസമാധാനം നശിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു എന്ന് വേണ്ട പറയാൻ. തീർച്ചയായും. കാരണം ഇത് പ്രാദേശിക തലത്തിൽ എന്നതിനപ്പുറം വ്യക്തികൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്നത് വളരെ വ്യക്തമായി അവർ തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ തീരേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ BJP ചിത്രീകരിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ അവർ ഹർത്താൽ നടത്തുകയും ഹർത്താലിൽ വ്യാപകമായ രീതിയിൽ അക്രമം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലവും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരുന്നു. കാരണം ഈ സംഭവത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല എന്ന് ഇപ്പോൾ പിടിയിലായവർ വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലം, അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം ഈ രാജേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും അതിന് കൊടുത്ത ഒരു ശിക്ഷയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിന് ശിക്ഷ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മണിക്കുട്ടൻ അടക്കം അത് തന്നെയാണ് പറഞ്ഞത്. കാരണം മരണമൊഴി തന്നെ ഇന്നലെ രാജേഷ് ആശുപത്രിയിൽ വെച്ച് തന്നെ ഇക്കാര്യം പോലീസിനോട് അതുപോലെ തന്നെ ആശുപത്രിയിലും പറഞ്ഞിരുന്നു. മണിക്കുട്ടനാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, മണിക്കുട്ടനും കൂട്ടാളികളുമാണ് എന്നുള്ളതും ചിലരുടെ പേരുകൾ എല്ലാം വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് പോലീസ് ഇവരെ തേടി അന്വേഷണം ആരംഭിക്കുകയും ഇവർ ഒളിവിൽ പാർത്തിരുന്ന കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിനകത്ത് നിന്നാണ് ഇവരെ പോലീസ് തന്നെ ഓടിച്ചു പിടിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഇവരെ ഇപ്പോൾ നന്ദാവനം പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ ഇവരെ പുരോഗമിക്കുകയാണ്. ഏതായാലും ബാക്കി 4 പ്രതികൾക്കായുള്ള തിരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തുമെന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ കാരണം സോൺ തിരിഞ്ഞു തന്നെ ഇത് ഷാഡോ പോലീസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കൂടെ കണ്ടെത്തും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്.
സുനിൽ, എന്തായാലും തലസ്ഥാന നഗരിയെ കണ്ണൂരാക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പല ഭാഗത്തു നിന്നും ഉയർന്ന ഒരു ഘട്ടം കൂടിയാണിത്. പക്ഷേ ഇവിടെ ആരാണ് അത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയല്ലേ ഇത്? പ്രത്യേകിച്ച് തികച്ചും പ്രാദേശികമായ വ്യക്തിപരമായ കാരണങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സംഭവം ഉയർത്തിക്കൊണ്ടുവരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾ കൂടിയല്ലേ ഈ ഒരു ഘട്ടത്തിൽ BJP നടത്തിയിരിക്കുന്നത്? അഞ്ജു, ഇതിനകത്ത് തലസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാർട്ടി ഓഫീസുകൾക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ചില ആക്രമണങ്ങളാണ് ഇതിനകത്തുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കൊലപാതകത്തെ അവതരിപ്പിക്കാനും അതിൻ്റെ പേരിൽ തന്നെ ഒരു ഹർത്താൽ നടത്തി വ്യാപകമായി അക്രമം അഴിച്ചുവിടാനുമാണ് BJP പ്രവർത്തകർ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ തന്നെ കൊല്ലാൻ ശ്രമിച്ച അല്ലെങ്കിൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തി മണിക്കുട്ടനാണ് എന്ന് മരണമൊഴി രാജേഷ് നൽകിയിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജേഷിന്റെ മരണമൊഴി മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് മണിക്കുട്ടനെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടുന്നത്. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അവരെ പിടികൂടി ചോദ്യം ചെയ്യൽ വിധേയമാക്കിയപ്പോഴാണ് അവർ കാര്യങ്ങൾ കൃത്യമായി സമ്മതിച്ചിരിക്കുന്നത്. ഈ നേരത്തെ നടന്ന പല ഘട്ടങ്ങളിലായി നടന്ന ചില സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ ഒരു വ്യക്തി വൈരാഗ്യം രൂപപ്പെട്ടു വരികയും ആ വ്യക്തി വൈരാഗ്യം അത് കൃത്യമായ ഒരു പകപോക്കലിന് വേദിയാവുകയും ചെയ്യുന്നു. ആ പകപോക്കൽ എങ്ങനെ നടത്തണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ 11 പേർ ഒരുമിച്ച് ചേർന്ന് ബൈക്കുകളിലും ഓട്ടോറിക്ഷയിലുമായി വന്ന് വൈകുന്നേരം രാജേഷ് കടയിൽ സാധനം വാങ്ങാൻ വരുന്ന സമയം അക്രമത്തിനായി തിരഞ്ഞെടുക്കുകയും വളരെ ആഴത്തിലുള്ള ഒരു പരിക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു അക്രമം നടത്തിയത്. പക്ഷേ തങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു സംഭവിച്ചത് എന്നും അതിനെ തുടർന്നാണ് തങ്ങൾ ഒളിവിൽ പോയത് എന്നുള്ളതാണ് ഇവരുടെ ഒരു വെളിപ്പെടുത്തൽ. ഇതിന് ആധാരമായിട്ടുള്ളത് ഒരു സ്ത്രീയെ ഉപയോഗിച്ചുള്ള ഒരു പരാതി തന്നെയാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ തങ്ങൾക്കും അവിടെ ജീവിക്കണം എന്നുള്ള തരത്തിലും ഞങ്ങളെ ജീവിക്കാൻ രാജേഷ് അനുവദിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജേഷിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഇവരെ ഈ അക്രമത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു വേർഷൻ. പോലീസിനോട് ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മൊഴി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഇവർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഇത് കൃത്യമായി പോലീസ് അന്വേഷിക്കും. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് നടപടികളിലേക്ക് പോവുക. കാരണം ഈ പറഞ്ഞ സ്ത്രീയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 7 പേരും പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ തുടരന്വേഷണത്തിലേക്ക് പോലീസ് പോവുകയും ഇത് തെളിവെടുക്കാനായി പോകേണ്ടതും അതുപോലെ തന്നെ ഇവിടെ സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഇവരെ തെളിവെടുപ്പിന് വിധേയമാക്കേണ്ട ഒരു അവസരമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് സാധ്യമാവുകയില്ല. കാരണം വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം ഇപ്പോഴും ശ്രീകാര്യത്ത് ഈ രാജേഷിന്റെ വീടിന് ചുറ്റുമായി നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനും തന്നെ ഈ രാജേഷിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ വലിയ രീതിയിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലീസും തള്ളിക്കളയുന്നില്ല. കനത്ത പോലീസ് സുരക്ഷ ഇവിടങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ന് ഏതായാലും അത്തരത്തിലുള്ള തെളിവെടുപ്പോ അല്ലെങ്കിൽ ആയുധം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അവർ ആയുധം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അത് എവിടെയാണ് എന്നുള്ള സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൂടെ പറയുമ്പോഴേക്കും കൃത്യമായി കാര്യങ്ങൾ എങ്ങനെ അത് കോൺസിക്യൂട്ട് ചെയ്തു എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ ഒരു നിഗമനം ഇവർ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലും മറ്റ് പരിശോധനയുടെ അടിസ്ഥാനത്തിലും പോലീസിന് എത്തിച്ചേരാൻ. ശരി സുനിൽ, ഹർത്താൽ തുടങ്ങി ഉച്ച പിന്നിടുകയാണ്. എന്തായാലും ഈ ഒരു ഘട്ടം വരെ വ്യാപക അക്രമങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. തലസ്ഥാന നഗരിയിലെ അവസ്ഥ എന്താണ്? അഞ്ജു, വ്യാപകമായിട്ടുള്ള അക്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ പേയാട്, അതായത് തിരുമല പേയാട് സമീപത്ത് വലിയ രീതിയിൽ അക്രമം നടക്കുന്നുണ്ട്. ഇവിടെ പോലീസിന് നേരെ തന്നെ BJP പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പേയാട് CPM-ന്റെ പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ തടഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന നടപടി ഒരു ഭാഗത്തുണ്ട്. കൊല്ലം ഭാഗത്തെടുക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ വിവാഹ പാർട്ടി അല്ലെങ്കിൽ വിവാഹത്തിന് പോയ ആളുകളെ തടഞ്ഞു നിർത്തി അവരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പോയി. അതുപോലെ പത്തനാപുരത്ത് മരണാനന്തര ചടങ്ങുകൾ അന്വേഷിച്ചു പോയവരുടെ വാഹനം തകർത്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ ഒരു കൊലപാതകത്തിന്റെ പേരിൽ BJP ഹർത്താലിലൂടെ അക്രമം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവസാന മണിക്കൂറിലേക്ക് ഹർത്താൽ കടക്കുമ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
ശരി, വ്യക്തമാണ്. ശ്രീകാര്യത്തുണ്ടായ കൊലപാതകം അത് തികച്ചും വ്യക്തിപരമായ ഒരു കാരണം കൊണ്ട് മാത്രം നടന്നതാണ് എന്നാണ് പ്രതികൾ തന്നെ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ വിഷയത്തെ സംസ്ഥാന വ്യാപകമായ ഒരു പ്രശ്നമാക്കി BJP വളച്ചൊടുക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. വിവരങ്ങളാണ് സുനിൽ അർമാനൂർ നൽകിയത്. പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താലിൽ ജനം വലയുന്നു. ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ ദുരിതത്തിലായി. ആലപ്പുഴയിൽ ഉത്തരേന്ത്യക്കാരടക്കം പീപ്പിൾ ടിവിയോട് പങ്കുവച്ചത് ഇങ്ങനെ. അവധി ദിനം ആഘോഷിക്കാൻ ആലപ്പുഴയിലെത്തിയ വിനോദസഞ്ചാരികളാണ് അർദ്ധരാത്രി പ്രഖ്യാപിച്ച ഹർത്താലിനെ തുടർന്ന് പെരുവഴിയിലായിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും യാത്രാ സൗകര്യവുമില്ലാതെ ഇവർ നടു റോഡിൽ അലയുകയാണ്. BJP-ക്കാർ ഇത് എത്രാമത്തെ ഹർത്താലെന്ന് അവർ തന്നെ സ്വയം കയ്യിൽ എണ്ണിയാൽ പോലും തീരൂല. കൈയും കാലും ഒക്കെ എണ്ണി നോക്കിയാലും തീരൂല. മിനിറ്റ് ഹർത്താൽ വെച്ചാൽ അടിപൊളിയായിരിക്കും ചേട്ടാ. സൂപ്പറാണ്. ഞാൻ നമിച്ച് पूरे समय से परेशान हो रहे हैं. ये 9:30-10 बज रहा है. बच्चों ने कुछ नहीं खाया. जो पास में बिस्किट था सिर्फ वही खिलाया है. बाहर पूरा बंद है. आने के लिए ऑटो नहीं था. ऑटो पैदल आए हैं यहाँ तक. अभी रेलवे स्टेशन जाना है. कुछ भी नहीं है. ऑटो है ना, बस मिल ही नहीं रहा कुछ भी. முடிச்சுட்டு வந்துட்டோம். எங்களுக்கு தெரியாது. இப்போதான் தெரியும் காலையில் ஸ்ட்ரைக்குன்னு. വിദേശീയരടക്കം 10,000-കണക്കിന് വരുന്ന വിനോദസഞ്ചാരികളാണ് ഹർത്താലിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നത്. ഇവർക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന വാഹനത്തിൽ ആവശ്യത്തിന് ഇന്ധനം കൂടി ഇല്ലാതായതോടെ യാത്രയും മുടങ്ങി. ഇതിനിടയിൽ സിവിൽ സപ്ലൈസിന്റെ പമ്പ് പോലീസിനെ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും ഹർത്താൽ അനുകൂലികൾ പമ്പിന് മുന്നിൽ തടിച്ചുകൂടിയതോടെ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് പെട്രോൾ പമ്പ് അടപ്പിച്ചു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കാനം രാജേന്ദ്രൻ. BJP കേരള ജനതയെ ശത്രുക്കളായാണ് കാണുന്നതെന്നും കാനം പറഞ്ഞു. സമാധാന ഭഞ്ജനമുണ്ടാക്കി ക്രമസമാധാനവും നിയമവാഴ്ചയും എല്ലാം കേരളത്തിൽ അപകടത്തിലായിരിക്കുന്നു എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ ശത്രുക്കളായി കാണുന്നവരല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. അതോ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച കേന്ദ്ര ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ജനങ്ങളെ ശത്രുക്കളായിട്ടാണോ കാണുന്നത്? സംസ്ഥാനത്തെ അക്രമം തടയുന്നതിൽ പോലീസ് പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂരിന്റെ ആവർത്തനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. അർദ്ധരാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചത് ശരിയായില്ലെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. അതേസമയം പിടിയിലായ പ്രതിക്ക് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് MM ഹസൻ പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പ് ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അക്രമങ്ങൾ ഉണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥമായ പോലീസ് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ ഫലപ്രദമായി നേരിടുവാനും അത് BJP-ക്കാർ കുറ്റം ചെയ്താലും CPM-കാർ കുറ്റം ചെയ്താലും രണ്ടുപേരുടെ പേരിലും നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഇന്റലിജൻസ് സംവിധാനം ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ക്രമസമാധാന നിലനിർത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒരു പരാജയമാണ് എന്നുള്ളതാണ്. വാർത്ത വിരൽത്തുമ്പിലെത്തിക്കാൻ പുതിയ വാർത്താ ആപ്ലിക്കേഷനുമായി കൈരളി ന്യൂസ് ഓൺലൈൻ രംഗത്ത്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ കണക്കിലെടുത്ത് കെട്ടിലും മട്ടിലും നൂതന ഭാവത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. 17ാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ പുതിയ സംരംഭമായ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കൈരളി കുടുംബത്തിൽ നിന്ന് ഒരു വാർത്താ ആപ്ലിക്കേഷൻ. മലയാളികളുടെ വാർത്താ ശ്രേണിയിലേക്ക് കൈരളി കുടുംബത്തിന്റെ നൂതന സംരംഭമായ കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ആപ്ലിക്കേഷൻ കൂടി എത്തുന്നതോടെ വാർത്തകൾ ഇനി ഓരോ മലയാളിക്കും തൊട്ടറിയാം. മാറുന്ന കാലത്തിന്റെ അതിവേഗം മാറുന്ന പ്രസരണ രീതിയിലേക്ക് കൈരളി കൂടി ചുവടുവെക്കുന്നതോടെ മലയാള മാധ്യമ ലോകത്തെ മത്സരം തീപാറുമെന്നത് ഉറപ്പാണ്. കൈരളി ഓൺലൈൻ ന്യൂസ് വിഭാഗത്തിന്റെ പുതിയ ആപ്ലിക്കേഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ലോകമെമ്പാടുമുള്ള 5000-ഓളം ആളുകൾ കൈരളി വാർത്തയുടെ ഉള്ളടക്കമുള്ള ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തത് വരാനിരിക്കുന്ന ഹിറ്റിന്റെ സൂചനയായി മാറി. കോർപ്പറേറ്റുകൾ ചേർന്നു നിയന്ത്രിക്കുന്ന മാധ്യമലോകത്ത് കൈരളി വ്യതിരിക്തതയോടെ നിലനിൽക്കേണ്ടതുണ്ടെന്നും അതിന് ഈ നൂതന സംവിധാനം ഉപകാരപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. കൂടുതൽ ആളുകളിലേക്ക് കൈരളി TV-യുടെ ആശയങ്ങൾ എത്തിക്കാൻ നടത്തുന്ന ഈ സംരംഭം ആപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി
നാം ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വർത്തമാനകാലത്തിന്റെ എല്ലാ വാർത്താ ഉള്ളടക്കവും ഒത്തുചേരുന്നതാവും കൈരളി ന്യൂസ് ഓൺലൈൻ എന്ന് ചെയർമാൻ മമ്മൂട്ടി സാക്ഷ്യപ്പെടുത്തി. ലോകത്തിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൂടുതലുണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കൂടെ ഈ ആപ്പിന് ഉപകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാളികൾ വാർത്തയറിയുന്ന രീതിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി കൈരളിയും ഒപ്പം ചുവടുവെക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് നടക്കുന്നത് മൾട്ടി കാസ്റ്റാണ്. നമ്മളുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സൃഷ്ടി, ഉള്ളടക്കം, അത് നമ്മൾ വിചാരിക്കാത്ത നൂറുകണക്കിന് പ്രതലങ്ങളിലാണ് അത് തത്തിക്കളിക്കുന്നത്. കൈരളി ന്യൂസ് ടവറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ വിജയരാഘവൻ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് എം എം മോനായി, വി കെ മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ, എ കെ മൂസ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. കൈരളി TV സീനിയർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ എം വെങ്കിട്ടരാമൻ നന്ദി രേഖപ്പെടുത്തി. നിലവിൽ 4 ചാനലുകളുടെ നിയന്ത്രണാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷന്റെ 5ാം ഇന്ദ്രിയമായി മാറാൻ ഒരുങ്ങുകയാണ് പുതിയ ആപ്ലിക്കേഷൻ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വയലിൻ വിദ്വാനും കർണാടക സംഗീതജ്ഞനുമായ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിന്റെ സംഗീത സായാഹ്നം ആലപ്പുഴയിൽ നടന്നു. സ്വർലയ സംഘടിപ്പിച്ച ഗ്ലോബൽ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സ്വദേശിയായ പ്രസിദ്ധ വയലിൻ വിദ്വാൻ ലക്ഷ്മി നാരായണന്റെ മകനാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. അദ്ദേഹത്തിന് ആലപ്പുഴ പൗരാവലിയുടെ സ്വീകരണവും നൽകി. 2 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത വിരുന്ന് ഏറെ സന്തോഷത്തോടെയാണ് ആലപ്പുഴയിലെ സംഗീതാസ്വാദകർ ഏറ്റെടുത്തത്.